പ്രഖ്യാപനം കാത്തിരിക്കുകയല്ലേ. എന്താണ് ഫൈനൽ ജഡ്ജ്മെൻ്റ് എന്ന് വരട്ടെ, അപ്പോൾ പ്രതികരിക്കാം അക്കാര്യത്തിൽ. എന്തായാലും കേരളം പ്രതീക്ഷിക്കുന്നത് കുറ്റവാളികൾക്കെതിരായിട്ടുള്ള ഏറ്റവും കടുത്ത ശിക്ഷ ഉണ്ടാകും എന്ന് തന്നെയാണ്. കാരണം അക്രമ രാഷ്ട്രീയത്തിനും കൊലപാതക രാഷ്ട്രീയത്തിനും അറുതി വരുത്തുന്ന രീതിയിലുള്ള നല്ല വിധിന്യായമാണ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അന്തിമ വിധി കൂടി വരുമ്പോൾ, ശിക്ഷാ കാലാവധികൾ അടക്കമുള്ള ശിക്ഷയുടെ ഡീറ്റെയിൽസ് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ അറുകല രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു സന്ദേശം വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. അത്തരം കാര്യങ്ങൾ പാർട്ടി ചിന്തിച്ചിട്ടോ സംസാരിച്ചിട്ടോ ഒരു ധാരണയിലെത്തിയിട്ടോ ഇല്ല. ഒരു ചർച്ചയും ആരംഭിച്ചതായിട്ട് എനിക്കറിയില്ല. അല്ല, അതാ ഞാൻ പറഞ്ഞത്, എന്നെക്കുറിച്ചിട്ട് എന്നെ വന്ന് കണ്ടാൽ അറ്റ്ലീസ്റ്റ് എന്നോട് ചോദിക്കണ്ടേ കണ്ടിട്ടുണ്ടോ എന്നുള്ളത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നോക്ക്, നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന്. അദ്ദേഹം കണ്ടിട്ടുണ്ടോയെന്ന് പറഞ്ഞോ? എന്നെ അങ്ങനെ ആരും കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ഇല്ലാത്ത കാര്യമായിരുന്നു, അത് വാസ്തവ വിരുദ്ധമായിരുന്നു. അന്ന് തന്നെ ഞാൻ പറഞ്ഞു, ഇത്തരം മാധ്യമ വാർത്തകൾ സത്യത്തിൽ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്നതാണ്. എന്നെ വന്ന് കാണാതെ എന്നെ കണ്ടു എന്ന് പറയുക, ചർച്ച ചെയ്തു എന്ന് പറയുക, ഏത് രീതിയിലാണ് അതിനെ ഞാൻ വ്യാഖ്യാനിക്കുക? അതൊക്കെ തെറ്റായ വ്യാഖ്യാനങ്ങൾ. അതുപോലെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ DCC പ്രസിഡന്റുമാർ പങ്കെടുക്കുമോ ഈ യാത്രയിൽ? അല്ല, അതിൻ്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല. ഈ കാര്യങ്ങളിലൊക്കെ തന്നെ പാർട്ടി ഒരു പൊതുവായ തീരുമാനമെടുക്കണം. അത്തരം തീരുമാനത്തിലേക്ക് പാർട്ടി പോകാൻ പാർട്ടിയുടെ മുമ്പിലേക്ക് അങ്ങനെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യം വന്നിട്ടതായി തോന്നുന്നില്ല. അങ്ങനെ വന്നാൽ പാർട്ടി എല്ലാവരും കൂടി ആലോചിച്ച് ചർച്ച ചെയ്തിട്ട് തീരുമാനമെടുക്കും. അതാണ് അതിൻ്റെ പതിവ്. അല്ലാതെ ഇപ്പോൾ അങ്ങനെ ഒരു ആശയമില്ല.